friends, welcome back to my channel. Class 10th English medium ഫിസിക്സിലെ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷനായിരുന്നു. ഇനി അതിനുശേഷമുള്ള നെക്സ്റ്റ് ടോപ്പിക് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കണമെന്നുള്ളത്. അപ്പോൾ രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. റെസിസ്റ്റേഴ്സിന് നമുക്ക് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് സീരീസ് കണക്ഷനും രണ്ടാമത്തെ വരുന്നത് പാരലൽ കണക്ഷനുമാണ്. അതായത് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യണ രണ്ട് മെത്തേഡുകളാണ്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സീരീസ് കണക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാരലൽ കണക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ സീരീസ് കണക്ഷൻ എന്താണെന്നുള്ളതും അതിലെങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്നുള്ളതും അതിൽ കറൻറ്റ് എങ്ങനെയാണ് വോൾട്ടേജ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഇവിടെ നോക്ക്, സീരീസ് കണക്ഷൻ്റെ ഫിഗർ ഇങ്ങനെയാണ്. ഈ സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ഫിഗറിൽ രണ്ട് റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റർ R1ഉം R2ഉം. ഇതാ ഇവിടെ എഴുതിയിരിക്കണുണ്ടോ? ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ കണക്റ്റിംഗ് ദ റെസിസ്റ്റേഴ്സ് വൺ ആഫ്റ്റർ ദി അതർ. ഇറ്റ് ഈസ് കാൾഡ് സീരീസ് കണക്ഷൻ. ഇതിൽ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് റെസിസ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷമാണ് അടുത്ത റെസിസ്റ്റർ. അതായത് ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്ത് ഈ എൻഡിൽ നിന്നാണ് അടുത്ത റെസിസ്റ്ററിനുള്ള കണക്ഷൻ പോയിട്ടുള്ളത്. വീണ്ടും ഇതിവിടെ എൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത റെസിസ്റ്റർ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ സീരീസ് കണക്ഷൻ്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് ഈ കേസിൽ R1 R2 അതിനിപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ രണ്ട് R1 R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് R is equal to R1 plus R2. In the figure, two resistors R1 and R2 are connected in series. Then the effective resistance R is equal to R1 plus R2. അതായത് ഇങ്ങനെയാണ് രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 3ഉം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ജസ്റ്റ് രണ്ടും ആഡ് ചെയ്താൽ മതി. 2 + 3 അത്രയും ഹോംസ് ആയിരിക്കും ഇതിൻ്റെ. ഇങ്ങനത്തെ ഒരു രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇങ്ങനെയാണ് റെസിസ്റ്റർ കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. അതായത് ഇവിടെ ഈ കറൻറ്റ് I ഫ്ലോ ചെയ്യണില്ലേ, ഈ I തന്നെയാണ് R1ലൂടെയും R2ലൂടെയും ഫ്ലോ ചെയ്യണത്. അതായത് ഇവിടെ കറൻറ്റ് എന്താണ്? R1ലൂടെയും R2 ഫ്ലോ ചെയ്യണ കറൻറ്റ് സെയിം ആണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് നമുക്ക് എന്താ പറയേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ കറൻറ്റ് സെയിം ആണ് എന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെൻറ്റ്. അതായത് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കില്ല R2ൻ്റെ കേസ്. അതായത് രണ്ടിൻ്റെ കേസിലും V ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കേസിൽ പറയാനുള്ളത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഹയർ റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ 2ഉം 3ഉം ആണ് റെസിസ്റ്റൻസ് വാല്യൂസ് എടുക്കണത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ ഏതാണ്? 3 ആണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ V കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് അക്രോസ് R2 ആയിരിക്കും. അതാണ് പറയണത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഹയർ റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സീരീസ് കണക്ഷന് നമുക്ക് പഠിക്കാനുള്ളത്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ആഫ്റ്റർ ദി അതർ രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുക, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ വാല്യൂ എന്താണോ അത്രയും രണ്ട് ഹോംസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ടോട്ടൽ ഇങ്ങനെ ഒരു റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ പറയണത് കറൻറ്റിൻ്റെ കേസാണ്. കറൻറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യണ കറൻറ്റിനെ ആയിരിക്കും R1ലൂടെ R2യുടെയും ഫ്ലോ ചെയ്യണ കറൻറ്റ്സ് സെയിം ആയിരിക്കും. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതിനാണോ, ഈ റെസിസ്റ്ററിനാണോ അല്ലെങ്കിൽ R2നാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുക എന്നെങ്ങനെ നോക്കുക? അതായത് റെസിസ്റ്റൻസ് വാല്യൂ ഏതിനാണോ കൂടുതൽ അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും
ഹയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സീരീസ് കണക്ഷൻ. നെക്സ്റ്റ് നമുക്ക് പാരലൽ കണക്ഷൻ നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഈ പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. കാരണം ഞാനിതിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഈ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോയിൻറ്റ് വൈസ് ആണ് ഓരോന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ. അപ്പോൾ പാരലൽ കണക്ഷൻ എങ്ങനെ കൊടുക്കണമെന്നുള്ളതിൻ്റെ ഫിഗറാണ് ഈ വരച്ചിട്ടുള്ളത്. പാരലൽ കണക്ഷനിൽ R1ഉം R2ഉം കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസിനെ പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് R1ഉം പോയിട്ടുണ്ട്, ഇവിടെ R2ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് Iയും പിന്നെ അത് ഈ പോയിന്റിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് R1യിലൂടെയും R2യിലൂടെയും പാസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/R = 1/R1 + 1/R2. നേരത്തെ സീരീസിൻ്റെ കേസിൽ ഡയറക്റ്റ് രണ്ടും കൂടി സം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, വൺ ആഫ്റ്റർ അതർ അല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പോയിന്റിൽ നിന്ന് രണ്ട് കണക്ഷൻ പോലെയാണ് R1 R2 പോകുന്നത്. ഇതാണ് പാരലൽ കണക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/R = 1/R1 + 1/R2. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ 1/ ആണ് വരുന്നത്. അതായത് ഒബ്വിയസ്ലി ഈ വാല്യൂ റെസിസ്റ്ററിൻ്റെ വാല്യൂ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതിൻ്റെ കേസിൽ കുറയും, ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻ പാരലൽ കണക്ഷൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ കാണുന്നത്. കാരണം ഇവിടെ ഡയറക്റ്റ് R = R1 + R2 അല്ല, ഇവിടെ വരുന്നത് 1/R = ആണ് അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ കറൻറ്റിൻ്റെ കേസ് സീരീസിൽ സെയിം ആണെങ്കിൽ പാരലലിൽ ഇതിൻ്റെ ഈ രണ്ട് R1യിലൂടെയും R2യിലൂടെയും പാസ് ചെയ്യണ കറൻറ്റ് ഡിഫറെൻ്റ് ആണ് വരിക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ആർ സെയിം ഇൻ ഓൾ റെസിസ്റ്റേഴ്സ്. അതായത് ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ എക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും പാരലൽ കണക്ഷനിൽ സെയിം ആയിരിക്കും. പക്ഷേ സീരീസ് കണക്ഷനിൽ നമ്മൾ പഠിച്ചു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പാരലൽ കണക്ഷനിൽ പഠിക്കാനുള്ളത് അതിൻ്റെ ഫിഗർ എങ്ങനെ വരുന്നു നോട്ട് ചെയ്യുക. ഫിഗർ ഇപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, അതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ഫിഗറാണെന്നേ ഉള്ളൂ. പലതരം കണക്ഷൻസ് ഉണ്ട്. നമുക്ക് ചാപ്റ്റർ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ പിന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണോ ഒരു റെസിസ്റ്ററിൽ ഈ പാരലലായിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ഹോംസാണ് വരിക എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിൽ ഡിക്രീസ് ചെയ്യണത്. പിന്നെ പറയണത് കറൻറ്റിൻ്റെ കേസ്. ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് ഗെറ്റ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ. അതായത് ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് കറൻറ്റ് മാറും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കറൻറ്റ് എന്ന് പറഞ്ഞത് ഇതിലൂടെ പാസ് ചെയ്യുക R1യിലൂടെ പാസ് ചെയ്യണ കറൻറ്റും R2യിലൂടെ പാസ് ചെയ്യണ കറൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് പാരലൽ കണക്ഷൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനും പഠിക്കുക, പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് ദ റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദെൻ R = r/n. അതായത് സെയിം വാല്യൂ വരുന്ന റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ്, അതുപോലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ R = r/n, where n is the number of resistors and small r is the resistance of the resistor. അപ്പോൾ നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര സെയിം വാല്യൂ ഉള്ള എത്ര റെസിസ്റ്റേഴ്സുകളാണ് കണക്ട് ചെയ്തതെന്നുള്ളത്. അത് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ R അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഒരു സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അവിടെ. 10 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് ഒരു 2 ohm ഉള്ള 10 റെസിസ്റ്ററുകൾ
കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? പാരലലായിട്ട് 10 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm ഈച്ച്, അതായത് ഓരോന്നും 10 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 10 എണ്ണത്തിൻ്റെ വാല്യൂ 2 ohm ആണ്. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ സ്മാൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് അതിവിടെ കൊടുത്തിട്ടുള്ള 2 ohm ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിവിടെ എത്രയാണ്? 10. അപ്പോൾ n ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ എഴുതി കൊടുക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആറിൻ്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു സ്മാൾ ആർ ബൈ n. സ്മാൾ ആറിൻ്റെ ഇക്വേഷൻ, സ്മാൾ ആറിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 2 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 10. 2 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ താഴെ 1 ഫോളോഡ് ബൈ സീറോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ജസ്റ്റ് സാധാ ഡിവിഷനൊന്നും ചെയ്യേണ്ട. ഇവിടെ ഈ 2നെ 2 കൊടുക്കുക. ഇവിടെ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ. അപ്പോൾ ആ ഒരു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.2 ഇത്രയും ഓം ആണ് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഡിവിഷന് എല്ലാവർക്കും ഡൗട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. പൊതുവേ കുട്ടികൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും, സാധാ ഡിവിഷൻ ചെയ്യും. 2 ഡിവൈഡഡ് ബൈ 10 അതൊന്നും ചെയ്യാൻ പോകരുത്. താഴെ 10ഓ 100ഓ 1000ഓ ആണെന്നുണ്ടെങ്കിൽ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു സീറോ ഉള്ളൂ. അപ്പോൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടുക. അപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ 2 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ പോയിൻ്റ് ഇടാൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു സീറോ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേസ് കഴിഞ്ഞ് ഡെസിമൽ പോയിൻ്റ് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0.2 ഓം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണ് ഒരു സർക്യൂട്ടിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആർ ഈസ് ഈക്വൽ ടു സ്മാൾ ആർ ബൈ n. ഓക്കെ, അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ടാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വണ് സീരീസ് കണക്ഷനും സെക്കൻഡ് വൺ പാരലൽ കണക്ഷനും. അപ്പോൾ എങ്ങനെയാണ് സീരീസ് കണക്ഷന് വരുന്നത് എന്നുള്ളത്, അതേപോലെ പാരലൽ കണക്ഷൻ വരുന്നത്, രണ്ടിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ്, രണ്ടിലും കറൻറ്റ് എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഈ ഒരു ഇക്വേഷനും, അതായത് സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിനെ കുറിച്ചുള്ളതും സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യണ ബാക്കിയുള്ള വീഡിയോസ്, അതായത് അപ്കമിങ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.